ലക്ഷ്മി, ദ ആക്ച്വൽ പ്രോബ്ലം ഈസ് ഒരു റെക്കമെൻഡേഷനും സ്വീകരിക്കാത്ത ഒരു കമ്പനിയാണ് ഈ ബാനർജി അസോസിയേറ്റ്സ്. നരന്റെ കൺസൾട്ടൻസിക്ക് അവരുമായി നല്ല ബന്ധമുള്ള സ്ഥിതിക്ക് വെൽ, ഞാൻ പ്രഷറൈസ് ചെയ്താൽ ഒരു പക്ഷെ പ്രശാന്തിനെ കമ്പനി ചിലപ്പോൾ കൺസിഡർ ചെയ്തേക്കാം. ബട്ട് വൈ ഷുഡ് ഐ റെക്കമെൻഡ് യു? എനിക്ക് പ്രശാന്തിനെ ശരിക്കും അറിയ പോലും ഇല്ല. ഞങ്ങൾ അഞ്ജലിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആണ്. ബട്ട് അഞ്ജലിനോടൊന്നും വിളിച്ച് പറഞ്ഞില്ല. അത് അവൾക്ക് ചെറിയൊരു യു മീൻ ചമ്മൽ? ഫോർ വാട്ട്? സി, ഞാൻ ബേസിക്കലി ധനികനാണെങ്കിലും ഒരു സാധാരണക്കാരനാണ്. സാർ, ടീ. Yeah, please. This boy is also my friend. സാറിന്റെ നല്ല മനസ്സുകൊണ്ട് അമ്മൂമ്മയുടെ ചെവി ഓപ്പറേഷൻ നന്നായിട്ട് നടന്നിട്ട് സാറേ. സാറാണ് സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചത്. Charity is our duty, no? ഇപ്പൊ നമുക്ക് നന്നായിട്ട് കാണാട്ടെ സാറേ. അല്ല, That's nice. ഓപ്പറേഷൻ ചെവിക്കായിരുന്നില്ലേ? Yeah, yeah. ചെവി ഉണ്ടെങ്കിലല്ലേ കണ്ണട വെക്കാൻ പറ്റൂ. Like you. That's nice. It's quite interesting. Leave it. സാറേ, You go, ഇന്നായിരുന്നു ഡിസ്ചാർജ്. Oh. ഒരു 1000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടായില്ല ഡിസ്ചാർജിനെ. 1000. Of course. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. I'll give you the money. You know, because of too much money for Karunya. $1,000. അല്ലാണ്ടപ്പാ, ആയിരം കൊണ്ട് നിനക്ക് എന്താവാനാ? ക്യാഷ്യറോട് 25,000 ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് വാങ്ങിച്ചോളൂ. ബാക്കി നിന്റെ അമ്മൂമ്മയ്ക്ക് മുറുക്കാനൊക്കെ വാങ്ങിച്ചു കൊടുക്കൂ. എന്നെ ഒരുപാട് എടുത്തു നടന്നിട്ടുള്ളത്. താങ്ക് യു സാർ. ഞാൻ പ്രാർത്ഥിക്കാട്ടാ. താങ്ക് യു poor neighbor boy. Oh God, sorry friends. എന്തായാലും അഞ്ജലിയോടെ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയൂ. Let me see what can I do for you. Okay? Thanks a lot. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞല്ലോ. ഒന്നാമത്തെ ആളെന്റെ പുറകെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ഫേവർ ചെയ്യണമെന്ന് പറഞ്ഞ് പ്ലീസ് അഞ്ജലി, സംഗതി ഏറ്റാ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഏറ്റില്ലെങ്കിലോ? മോളെ നീ ഒന്ന് വിളിക്ക്. ചേച്ചി പ്ലീസ്. ഞാനല്ലേ പറയണേ, വിളിക്ക്. ഹായ് അഞ്ജലി. fine. അവർ വന്നിരുന്നു. ഈ ബാനർജി അസോസിയേഷന്റെ ഉടമ സുനിൽ ഷെഡ്ഡി, അല്ല സുനിൽ ബാനർജി എന്റെ ഒരു ഫ്രണ്ടാണ്. നല്ല പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്. ആളെന്റെ കയ്യിൽ തന്നെയുണ്ട്. ഞാൻ ആളെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആളിപ്പോ കുറച്ചു ലൂസാ. നോ, ഞാൻ പിഴിഞ്ഞെടുക്കും. ഐ മീൻ ശരിയാക്കി എടുക്കും. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാ നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. പുള്ളി കേൾക്കാതെ ഞങ്ങൾ വിളിക്കുന്നതേ അകത്തളത്തിൽ ആശ എന്നാണ്. അത് അഞ്ജലി ഫോണിൽ കൂടി പറഞ്ഞ അഞ്ജലിക്ക് മനസ്സിലാവില്ല. നമുക്ക് നോക്കാം. റൈറ്റ് നൗ ഐ എം സോ ബിസി. അലക്കി തീർന്നിട്ടില്ല. അപ്പൊ സോറി, ഞാൻ അലക്ക് കമ്പനിയായിട്ടുള്ള ഒരു ബിസിനസ് ഡീൽ, ഐ മീൻ ഡിറ്റർജന്റ് കമ്പനിയായിട്ടുള്ള ബിസിനസ് ഡീലില്. ഓക്കെ, അപ്പൊ നമ്മൾ നാളെ നേരിട്ട് കാണുന്നു. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോളൂ. ലെറ്റ്സ് എൻജോയ്. ഓക്കെ, എന്റെപ്പാ ഇതൊന്നാ ഏത് സമയത്തും ടൈം പാസ്. എടാ ഇത് നോക്കിയേ. ഇതിനകത്തെ വലിയ വലിയ പുളികണ്ടന്മാരുടെ ഫോട്ടോസാ. അയ്യേ, ഇതാണ് ഞാൻ വിചാരിച്ച മറ്റേ പുസ്തകം. ഏത് നേരത്താടാ നിന്നെയൊക്കെ? എന്താ? എടാ പാവപ്പെട്ടവരുടെടാ വർഷാവർഷം 10,000 20,000 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ പടാണ്. എനിക്ക് ഇവരുടെ കൂടെയൊക്കെ ഇവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്, പിന്നെ സെൽഫി എടുക്കുന്നത്, അങ്ങനെ കുറെ ഫോട്ടോസ് മാച്ച് ചെയ്യും. കണ്ട ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത പോലെ തോന്നുന്നു. ഒരു മിനിറ്റ്, ഇപ്പൊ എടാ ഒന്നും വന്നടാ. ഈ ബോൾ ഒന്ന് പിടിച്ചാ. സോറി, ബാറ്റ് ഒന്ന് പിടിച്ചു. ഇതിൽ ഇങ്ങനെ ഇരിക്കല്ലേ? ഇതാണ് നിങ്ങൾ പറഞ്ഞ ബാനർജി അസോസിയേറ്റ്സിന്റെ MD സുനിൽ ബാനർജി. ഹീസ് മൈ ക്ലോസ് ഫ്രണ്ട്. ബട്ട് ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ബന്ധങ്ങൾ മിസ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഓ മൈ ഗോഡ്, ഇത് ഏത് വിശേഷാണിത്? ഇത് പറയൂ, ആരാ ഇത്? ആനന്ദ് വർമ്മ. ആനന്ദ് വർമ്മ. യു നോ ഹിം? ആരേത്? ശരിക്കും ഒന്ന് പറഞ്ഞേ. അറിയോ? ഫാഷൻ ഫീൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആർക്കാണ് ആനന്ദ് വർമ്മ അറിയാത്തത്? You said it, Angel. Exactly. ഫാഷൻ വേൾഡിന്റെ കിങ്ങും ക്വീനും അല്ലേ വർമ്മ സാറും വൈഫ് ദേവിക വർമ്മയും? Oh my God, you know everything about him. King and Queen. Exactly. നേരിട്ടറിയോ? നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. Oh God. ഒരിക്കലും ഇവള് വർമ്മ ഡിസൈൻസ് കണ്ടക്ട് ചെയ്ത റാം സെലക്ഷന്റെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയതാ. Really? Unfortunately, she didn't do well.
അതോടെ ഇവളുടെ കോൺഫിഡൻസ് ഒക്കെ പോയി. അങ്ങനെയാണ് ഇവള് മോഡലിംഗ് ഒക്കെ വിട്ട് IT ഫീൽഡിലേക്ക് മാറിയത്. ഓ മനോഹർ. അഞ്ജു 5 മിനിറ്റ്. Hey man, are you alive? Yeah. ഓ എന്റെ ആൻഡപ്പാ, നീ ആദ്യമായിട്ടാണ് കറക്റ്റ് സമയത്ത് ഒരു ജോലി ചെയ്യണത്. എടാ ഉച്ചക്ക് ചോറിനെന്തടാ? ചാളക്കറി? നോ നോ വേ. It's impossible. Do what I say, man. Okay, see you soon. Bye. Nice. Yeah. ഇതൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ആണോ? ഓ അതൊക്കെ കണ്ടു അല്ലേ? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ അയ്യോ ഞാൻ ഫോട്ടോ എടുക്കില്ലാത്ത പറഞ്ഞ് മാറിയുന്ന they feel insult അല്ലേ? That's why I took some photos. ഇതും അങ്ങനെ എടുത്തതാണോ? Yes. Yeah. Oh my goodness. Oh my god. Madam Tussauds Wax Museum, London. കേട്ടിട്ടില്ലേ? ആക്ച്വലി ഇത് ഗാന്ധിജിയുടെ മെഴുക് പ്രതിമയാണ്. ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോ അവര് നിർബന്ധിച്ചെടുപ്പിച്ചാണ്. എന്നാലും എന്നെ തെറ്റിദ്ധരിച്ചു. ലീവ് ഇറ്റ്. നമുക്ക് പ്രശാന്തിന്റെ മാറ്ററിലേക്ക് വരാം. പ്രശാന്തിന് നാളെ ഇന്റർവ്യൂ? അതെ. ഓക്കെ. നാളെ ഇന്റർവ്യൂവിന് പോകുമ്പോ ഇവിടെ ഒരു കറുത്ത ബാഡ്ജ് ധരിച്ചേക്കും. അപ്പൊ ഇന്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ ചോദിക്കും ഇതെന്തിനാ ധരിച്ചെന്ന്. അപ്പൊ പ്രശാന്ത് പറയണം എന്റെ ക്ലോസ് ഫ്രണ്ടായ സത്യൻ മരിച്ചുപോയെന്ന്. ഓക്കെ, പേടിക്കണ്ട, അതൊരു കോഡാണ്. നമ്മുടെ ആളായിരിക്കും ചോദിക്കുക. ഞാൻ അയാളായിട്ടാണ് ഇപ്പൊ ഫോണിൽ സംസാരിച്ചത്. 100%. ഓർപ്പ് ഞാൻ പറയുന്നില്ല, എങ്കിലും യുവർ ചാൻസ് വിൽ ബി വെരി ഹൈ. താങ്ക്സ് നാരൻ. യെസ്, ഇറ്റ്സ് ഓക്കെ. ഒരു താങ്ക്സ് ഇവിടുന്ന് പറഞ്ഞില്ല. താങ്ക് യു. യു ആർ ഓൾവേസ് വെൽക്കം. എന്നാലും ഗാന്ധിജിനെ തെറ്റിദ്ധരിച്ചു അല്ലേ? സോറി അണ്ണാ, ഒരു അത്യാവശ്യം വന്നുകൊണ്ടാണ് എന്റെ പോക്കറ്റ് ഞാൻ 500 അടിച്ചു പറ്റിയത്. അതല്ലടാ പോർക്കെ. പിന്നെ ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചെന്തിനാ? അതാണ് നല്ല പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യണമെന്ന്. ആ ഫോട്ടോ ഞാൻ എപ്പോ എടുത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടാ കഴുത? അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ തന്നെ പറയണം. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? സോറി, ഞാൻ അളിയെന്നാ ഉദ്ദേശിച്ചത്. അളിയൻ. അത് മാത്രമല്ല, ഏതൊരു താടി പിശാച് വർമ്മേ കുർമ്മേ എന്ത് ഡിസൈൻ ആരുടെ ബുക്കിലുണ്ടായിരുന്നാണ്. വിട്ടുകളിയാണ് നിന്നെ. എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് സോറി അണ്ണാ. നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. ആ മറ്റേ പോപ്പിന്റെ കൂടെയുള്ള സെൽഫിയിലെ പോത്തെ അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ? ഇനി ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യൂല. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. വെൽ ഫ്രണ്ട്സ്, ചെറിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ബാരേജ് അസോസിയേറ്റ്സ് എന്നെ ദത്തെടുത്തിരിക്കുന്നു. ആഘോഷം മാത്രം പോരാ, അടിച്ചു പൊളിക്കണം. എല്ലാവർക്കും ഒരു ഐസ്ക്രീം പോരട്ടെ. നിക്ക് അടിക്കലും പൊളിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആദ്യം നരനെ വിളിച്ചൊരു താങ്ക്സ് പറയും. എന്തിന്? ഈ ജോലി അയാളുടെ റെക്കമെൻഡേഷൻ കിട്ടിയെന്ന് എന്താ ഉറപ്പ്? എടി നന്ദിയോട് പറയാതെ. നരൻ പറഞ്ഞ പോലെ ബാഡ്ജിന്റെ കാര്യം വരെ അവർ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അതെ, നീ എന്തായാലും പുള്ളിനെ ഒന്ന് വിളിക്ക്. നടക്കാൻ പോകുന്ന സീൻ എന്താന്ന് ഞാൻ പറയാം. ഫോർമാലിറ്റിക്ക് വേണ്ടി പ്രശാന്തിനോട് 2 ഡയലോഗ് അടിക്കും. അത് കഴിഞ്ഞ് നേരെ എന്നെ ചോദിക്കും. ഇനിയിപ്പോ എന്നോട് കൊഞ്ചിക്കൊഴാനുള്ള ലൈസൻസ് ആയല്ലോ, ഒടുക്കാതു. ഐ ലവ് യു. ഹലോ അഞ്ജലി. പ്രശാന്തിന് കൊടുക്കാം. ഹലോ നരേൻ. സോറി പ്രശാന്ത്, ബ്ലൂടൂത്ത് ഹാങ് ആയതാണ്. I can't thank you enough. You're a real lifesaver. Thank you so much. പ്രശാന്ത് ശരിക്കും ഡിസേർവിംഗ് ആണ്. അല്ലാത്ത ഒരാളെ ഞാനവിടെ റെക്കമെൻഡ് ചെയ്യില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. Thank you sir. Thank you so much. ഞാൻ അഞ്ജലിക്ക് കൊടുക്കട്ടെ? വേണ്ട. ഇപ്പൊ വേണ്ട. അതെ, ഞാൻ കുറച്ച് തിരക്കിലാണ്. അഞ്ജലിയോട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയൂ. അപ്പൊ ഞാൻ ഫ്രീ ആണെങ്കിൽ സംസാരിക്കാം. ഇന്ന് വൈകിട്ടൊന്ന് ഫ്രീ ആവോ? ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ലെറ്റ് മീ ചെക്ക് മൈ അപ്പോയിന്റ്മെന്റ്സ്. ഓക്കെ, താങ്ക് യു സർ. ദാറ്റ്സ് മൈ പ്ലഷർ. ഹോസ്പിറ്റലിൽ പോണോ? എന്തിനി? അല്ല,
പ്രഷർ എന്ന് പറഞ്ഞു? പ്രഷർ അല്ലടാ, പ്ലഷർ, സന്തോഷം. സി അഞ്ജലി, ഈ നരൻ നീ പറയുന്നത്ര മോശപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നല്ല കേട്ടോ. ഇത്രയൊക്കെ കട്ടിങ്സ് പാടില്ലെന്ന ആ അഞ്ജലി ചേച്ചി ഫോണിൽ കൂടി ഒരു ഇത്തിരി പഞ്ചാരങ്ങൾ ഓടിക്കായിരുന്നു. എടാ, പെണ്ണാണ് വർഗം. ഇത്തരം സന്ദർഭങ്ങളിൽ 90% പെണ്ണുങ്ങളും ഫ്രണ്ട്സിനെ കേൾപ്പിക്കാനായിട്ട് സ്പീക്കർ ഫോണിലിട്ടേ സംസാരിക്കത്തുള്ളൂ, അറിയോ? നീ കുടിച്ചോടാ. താങ്ക് യു അണ്ണാ. വെക്കടാ അവിടെ. ഇതെനിക്ക് കുടിക്കാം. നീ ഇതിനകത്ത് തുപ്പിയിട്ടിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പായി. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. അന്നാ അതിൽ നിന്നൊരു 100 കൊടുത്തോളാം. Come on. ഇത് രാത്രിയൊന്നും എടാ, എന്റെ ഈ പാലുവെള്ളം നീ കുടിച്ചോടാ. എനിക്ക് വേണ്ട, തുപ്പണ കണ്ട് എന്ന് കസ്റ്റമേഴ്സിന് താങ്ങല്ലേ.